രണ്ടാമത് മുമ്പിൽ കൊണ്ടാ ഇത് ഇടയിരിക്കാൻ പറ്റാം. പിന്നെ അവര് തൊഴട്ടെ. എന്റെ മുത്തപ്പനൊന്ന് കാണണം എന്ന പ്രാർത്ഥന മനസ്സിലുണ്ടായി അല്ലേ അല്ലേ? എന്നാലും ഒരു ആഗ്രഹമില്ലും ഭരിക്കുന്നുണ്ടെങ്കിൽ രണ്ടാളും ഒന്നിച്ചു പോകണമെന്ന് അങ്ങനെയാ പറഞ്ഞത് അല്ലേ? കണ്ണുറങ്ങുമ്പം എന്റെ കണ്ണും ഇയാളും അങ്ങനെയാണ് മനസ്സിൽ പ്രാർത്ഥന. മരണത്തെ ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. ശ്രമിക്കുള്ളൂ ഇല്ല എവിടെയാ? എന്നാലും മാത്തൽ ശാസ്താവും മടശ്ശേരി ഗണപതിയാരെന്നിരിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിലും മുത്തപ്പോയിരിക്കുന്ന പ്രാർത്ഥന അല്ലേ? മക്കളെല്ലാം വലിയ നിലയിലെത്തി അച്ഛനും ഇന്നൊക്കെ ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നുണ്ട് അല്ലേ? ഒരുപാട് മക്കളുണ്ടെങ്കിലും പെറ്റമ്മയെ നോക്കാനും അച്ഛനെ നോക്കാനും ആരുമില്ലാത്തതെന്ന് ഒരു മനസ്സിലൊരു വലിയൊരു വേദനയാണ് അല്ലേ? അല്ലേ അച്ഛനമ്മേനെ എപ്പോഴും നോക്കണേ. കൊടുത്തു നിന്റെ അച്ഛനെ കൊടുത്തു, അമ്മേനെ കണ്ടു, അച്ഛനെ കൊടുത്തു. അമ്മയോട് സ്നേഹം പോണം, അച്ഛനോട് ബഹുമാനം പോണം, ഗുരുവിനോട് ആദരവ് വേണമെന്ന അല്ലേ? ഞങ്ങൾക്ക് എത്രയാ മക്കളില്ലേ? പഠിപ്പിച്ച മക്കള് അക്ഷരമുണ്ട്, ഒരുപാട് മക്കളുണ്ടായി അല്ലേ? രക്ഷിതാക്കൾ ആദ്യത്തെ അധ്യാപകര് രണ്ടാമത്തെ രക്ഷിതാക്കളുമാണ് അല്ലേ? കൊടുമൽദേവനും നെല്ലോട്ട് ഭഗവതിയും അല്ലേ? അതിലുപരിയായിട്ട് മാർഗിക വിഭാഗങ്ങൾക്ക് ഭയങ്കര ഭഗവതി നിർവഹിക്കുന്ന ശക്തി വിശ്വാസം അനുഗ്രഹത്തുണ്ടെങ്കിലും മുത്തപ്പായിരിക്കുന്ന പരമഭക്തി വിശ്വാസം പൂവൽ മഠത്തിന് ആധാരമായിട്ട് ഈശ്വരമായിട്ട് കൂടിക്കണ്ടിരിക്കുന്ന അനുഭവമുണ്ടെങ്കിൽ അധ്യാപകം ഇതിനെ പിന്നെ വലിയ വീടാക്കി ഗർഭം പോലെ ചേർത്ത് പിടിച്ചിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രങ്ങളായിക്കട്ടെ. പ്രയാസങ്ങളൊന്നുമില്ല. ഇവിടെ താമസോടെയാവും എളുപ്പം കൊണ്ട് തിരിച്ചപ്പം കൊണ്ട് അല്ലേ? എത്ര മക്കളെ മുത്തപ്പനെ കാണാൻ കണ്ടു. അവിടെ മുത്തപ്പനെ കാണാൻ വന്ന നീ ഹൃദയകരയാണ്. എന്നാലും മുത്തപ്പൻ എന്നിരിക്കുന്ന മകളിൽ പറശ്ശിനി വന്നതായി ഇങ്ങനെ വന്നിട്ട് അങ്ങനെ കാണാൻ വന്നതാ. ഞാനിപ്പോ വരുവാ, അപ്പൊ കൊണ്ട് വരുവാ. പിന്നെ വന്നാൽ കണ്ട അവസ്ഥയില്ല. അവിടെ സന്തോഷമായി അല്ലേ? നാഥനും കുട്ടി അക്കരെ അല്ലേ? എല്ലാവരും കൊടുക്കണം കേട്ടെ. അവിടെ കൊടുത്ത കുട്ടികൾക്ക് എന്താവും മുത്തപ്പന്റെ ഭാഷയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അവിടെ എന്തെല്ലാം ഇപ്പൊ പഠിക്കുന്നു? എന്തെല്ലാം പഠിക്കുന്നു? നമ്മൾ പഠിക്കുക ആഹാരം കൊടുക്കണം, വ്യായാമം കൊണ്ടുവരണം. നീ ആഹാരപ്രിയനാണ്. കിടന്നാൽ എണീക്കണമെങ്കിൽ അമ്മ നൂറോട്ടം പിടിക്കണം. കളിയും ഉറക്കം നിനക്ക് കൂടുതല. അതോ അല്ല അന്നേരം നീ എന്നോട് കളവ് പറയും. ഉറക്കൂട്ടാണ് ഉറക്കിന്റെ കുടിക്കാൻ എന്റെ കുട്ടിയെ പറയാം. നമുക്ക് വീട്ടും എല്ലാം അനുസരിക്കും. ഇവിടെ മുത്തപ്പന്റെ മധുവില്ലേ ഇവിടെ അവരോട് പഠിക്കുക അയപ്പാ. അവിടെ മുത്തപ്പനെ എല്ലാം മുത്തപ്പനെ ഇഷ്ടപ്പെട്ട് നിൽക്കുക. നീ എന്റെ കൂടെ വരുത്താം, വർഷത്തിൽ വരുത്താം. വർഷത്തിൽ വന്ന് മുത്തപ്പനെ കണ്ടില്ല. ഉച്ചൂണ് കഴിച്ചില്ല, മുത്തപ്പനെ സദ്യ കഴിച്ചില്ല. വൈകുന്നേരം വന്നാലും രാത്രിക്ക് ഊണില്ലേ? ഉച്ചൂണല്ല അല്ലേ? തിരക്കയക്കുന്ന പുറത്തുനിന്ന് കഴിക്കാറില്ല. മക്കൾക്കൊന്നും ഇഷ്ടമല്ല. എന്റെ കല്യാണിനെ പോലെ അല്ലേ? അവിടെ സന്തോഷം വൈകുന്നേരം ഇപ്പങ്ങള് മുത്തപ്പ കൽപ്പിക്കാം കേട്ടോ. നല്ല കുട്ടിയെ ഒരാളേലും നല്ലത് അധികം വേണം. എന്നാലും ഒന്നുകൂടെ വേണേ വെക്കുക. ഒന്നിനൊരു കൂട്ട് വേണ്ടേ? അങ്ങനെ കിട്ടിയാതില്ല ഓർമ്മയിട്ടല്ല. കണ്ണുനീരുള്ള കാലത്ത് കൈപിടിച്ചു കരകയറ്റി ഒരു മടിയിൽ കുഞ്ഞു വേണം മുത്തപ്പ എന്ന് പറഞ്ഞ കാലത്ത് മടിയിൽ തന്നതാണ്. ഓർമ്മയിട്ടല്ലേ? മറക്കുക
ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഭാഷ കേട്ടത്. എങ്ങനെ കുടുംബജീവിതം സന്തോഷമാണോ, സമാധാനം ഒക്കെ ഉണ്ടോ? ഉത്തപ്പന്റെ സഹായം ഉണ്ടാവും. സ്വന്തം ദേശമൊക്കെ ഹനുമാര് ശ്രീരാമസ്വാമി അണീക്കര പോകുവാന് ഞാമരത്തപ്പനും മാടേക്കാവിലമ്മ പോയിരുന്നു അല്ലേ? ഇപ്പൊ എന്താ കാര്യം? അവിടെ പ്രവൃത്തിയുണ്ട്, ദൂരെ പേര് പ്രവൃത്തിയുണ്ട് അല്ലേ? കൂടുതലല്ലേ പറഞ്ഞല്ല ഒരു പരിവട്ടം കടലിലുള്ള കാലത്ത് ഞാൻ ഉണ്ടായിരുന്നു. അന്ന് ഇന്നും എന്റെ ബസ് മുത്തപ്പൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? എവിടെ പോകുമ്പോൾ ഞാൻ വിളിക്കുന്നത് രാവിലെയും വൈകുന്നേരവും, ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും